ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത 87-ാം എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാവർക്കും സ്വാഗതം. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 2-ാം ഞായറാഴ്ചയാണ് നാം ആചരിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗമായി സഭ നമുക്ക് തരുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വചനഭാഗമാണ്. ഈ വചനഭാഗം മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിൽ നാം കാണുന്ന ശിഷ്യത്വത്തിലേക്കുള്ള യേശുവിന്റെ വിളിയും അതിന് നിബന്ധനകളും അടങ്ങുന്ന വേദഭാഗത്തിന്റെ ഒരു സമാപ്തിയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം കർത്താവായ യേശു തന്റെ അപ്പസ്തലന്മാരെ വിളിച്ച് അവരെ അയക്കുന്ന സംഭവമാണ് പ്രധാനമായും അവതരിപ്പിക്കുക. നാം മനസ്സിലാക്കുന്നത് പോലെ പെന്തിക്കോസ്തിയോടുകൂടി സഭ ഔദ്യോഗികമായിട്ട് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുകയാണ്. പെന്തിക്കോസ്തി നാളിൽ പരിശുദ്ധാത്മ പ്രേരിതരായി അപ്പസ്തലന്മാര് പ്രസംഗിച്ച കാര്യം പ്രധാനമായും പത്രോസ് പ്രസംഗിച്ചുവെന്നും 3000 പേര് അവിടെ തന്നെ അപ്പോൾ തന്നെ സ്നാനം സ്വീകരിച്ചുവെന്നും അപ്പസ്തോല നടപടി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇപ്രകാരം സമാരംഭിച്ച പരിശുദ്ധാത്മ പ്രേരിതമായ സഭ അതിന്റെ ദൗത്യം തുടർന്നുകൊണ്ട് പോകുന്നത് തന്റെ അപ്പസ്തോല ഗണത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം പ്രാരംഭ ഭാഗത്ത് നാം കാണുന്നത് യേശു തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം 12 അപ്പസ്തലന്മാരുടെ പേരുകൾ കൃത്യമായി അവതരിപ്പിക്കുന്നു. ഈ 12 പേരെയും യേശു പ്രത്യേകമായ നിബന്ധനകളോടെ അവരുടെ ചുമതല എന്താണെന്നും അവർ അനുവർത്തിക്കേണ്ട രീതി എന്താണ് എന്നും മനസ്സിലാക്കി അയക്കുകയാണ്. അവർക്ക് ദൈവം ദാനമായി കൊടുത്ത കൃപകള് ദാനമായി സമൂഹത്തിന് കൊടുക്കണമെന്നും ദൈവരാജ്യത്തിന്റെ വലിയ സന്ദേശം ഈ ജനതയോട് അറിയിക്കണമെന്നും അവർ പോകുമ്പോൾ എപ്രകാരം ഉള്ള നിയമങ്ങളും കൽപ്പനകളും അവർ പാലിക്കണമെന്നും ഒക്കെ വിശദമായി പറയുന്നു. തുടർന്ന് വരുന്ന ഭാഗത്ത് സുവിശേഷകന്മാര് നേരിടുന്ന പീഡകളുടെ കാലത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എപ്രകാരം പ്രതികൂല സാഹചര്യങ്ങളെ അവർ നേരിടണമെന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അപ്രകാരമുള്ള ആ പ്രതികൂല സാഹചര്യങ്ങളെ അവർക്ക് മറികടക്കുവാൻ സാധിക്കുമെന്നും യേശു വരെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ നിർഭയം യേശുവിന് സാക്ഷ്യം നൽകുക എന്നുള്ള വലിയ ഉത്തരവാദിത്തോടുകൂടി ശിഷ്യന്മാരെ അപ്പസ്തലന്മാരെ യേശു അയക്കുന്നു. യേശുവിന്റെ ദൗത്യം തന്നെ ഈ വലിയ സുവിശേഷ പ്രഘോഷണമാണ്, ദൈവരാജ്യ പ്രസംഗമാണ്. അവിടെ സമാധാനത്തെക്കാൾ കൂടുതൽ ദൈവരാജ്യത്തിന് വേണ്ടി യേശു പ്രസംഗിക്കുമ്പോൾ ഭിന്നതകൾ ഉണ്ടാകാം. ആ ഭിന്നതകളൊക്കെ ദൈവനാമത്തെ പ്രതി അതിനെ അതിജീവിക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു വരെ ബോധ്യപ്പെടുത്തുന്നു. ഈ ഇത്രയും കാര്യങ്ങളുടെ ഒരു സമാപ്തി എന്ന രീതിയിൽ ആ അധ്യായത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെയുള്ള വചനഭാഗത്തു കൂടി യേശു അതിന്റെ ഒരു സമാപ്തി കുറിക്കുകയാണ്. അവിടെ നാം കാണുന്നത് ഇപ്രകാരമാണ്: സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. ഈ വേദഭാഗത്തിന്റെ ഒരു സമാന്തര പരാമർശം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ും 35-ഉം
തിരുവചനങ്ങളിൽ നാം കാണുന്നുണ്ട്. അവിടെ യേശു പറയുന്നത്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിക്കണം, തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. ഇവിടെ യേശു അല്പം വ്യത്യസ്തമായി പറയുകയാണ്, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. യോഗ്യത അല്ലെങ്കിൽ എലിജിബിലിറ്റി, കർത്താവിന്റെ ശിഷ്യനായിരിക്കുവാനുള്ള യോഗ്യത, അതിൻ്റെ ഒരു പ്രധാന ചിന്തയാണ് ഇവിടെ കൈമാറുക. സ്വന്തം കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കണം. കുരിശ് എന്നുള്ളത് കർത്താവിൻ്റെ രക്ഷാകരമായ മരണത്തോടുകൂടി, കുരിശ് മരണത്തോടുകൂടി പവിത്രമായി തീരുകയാണ്. പക്ഷെ കുരിശിന് ഒരു സാധാരണ അർത്ഥമുണ്ട്. വേദനകളും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളുമാണ് കുരിശ് എന്ന് പറയുന്നത്. ഒരു ക്രിസ്തു ശിഷ്യന് തൻ്റെ ദൗത്യ നിർവഹണത്തിൽ നേരിടുവാനുള്ള കുരിശുകൾ, അത് അനുദിന ജീവിതത്തിൽ വ്യക്തിപരമായി ഉണ്ടാകുന്ന വേദനകൾ, പ്രയാസങ്ങൾ ഒക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ അതെടുത്തിട്ട് യേശുവിനെ നാം അനുഗമിക്കണമെന്ന് യേശു പറയുകയാണ്. ആ കുരിശ് ഒഴിവാക്കിക്കൊണ്ട് വളരെ അനുകൂലമായ സാഹചര്യങ്ങളിൽ തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കാമെന്ന് കരുതേണ്ട എന്ന് യേശു വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, സ്വന്തം കുരിശെടുത്ത് യേശുവിനെ നാം അനുകരിക്കണം. അങ്ങനെ അനുകരിക്കാത്തവൻ മനുഷ്യനായിരിക്കുവാൻ യോഗ്യനല്ല. ക്രിസ്തു ശിഷ്യന്റെ ഒരു യോഗ്യത ഇവിടെ അവതരിപ്പിക്കുമ്പോൾ കുരിശാണ് അതിന്റെ മാനദണ്ഡം. ആ കുരിശെടുത്ത് യേശുവിന്റെ കുരിശിന്റെ പിന്നാലെ പോകണം. യേശു സന്തോഷത്തോടെ കുരിശ് വഹിച്ചുകൊണ്ട് ഈ ലോകരക്ഷ സാധിച്ചുവെങ്കിൽ കുരിശിന്റെ വലിയ ഒരു അനുധാവനം ശിഷ്യഗണത്തിലും ഉണ്ടാകണം. അവർ യേശുവിനെ അനുഗമിക്കണം. അപ്പോലുഥൈൻ എന്ന വാക്കാണ് അനുഗമിക്കുക എന്നുള്ളതിന്റെ അർത്ഥമായിട്ട്, വാക്കായിട്ട് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുക. യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കേവലം യേശുവിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നതിലുപരിയായി യേശുവിനെ പ്രത്യേകമായിട്ടും അവന്റെ വാക്കും പ്രവൃത്തിയും സ്വന്തമാക്കിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോവുക. അത് അനുഗമിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഗുരുവിന്റെ വഴിയിലൂടെയുള്ള ഒരു നടപ്പാണ്. അതൊരു അനുകരണവും അനുധാവനവുമാണ്. അപ്രകാരം യേശുവിന്റെ വഴിയിലൂടെ നടക്കുന്നവനാണ് ശിഷ്യൻ. അതുകൊണ്ടാണ് ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനില്ല എന്ന് ഉള്ള യേശുവിന്റെ പഠിപ്പിക്കൽ. യേശു എന്തെല്ലാം അനുഭവിച്ചുവോ, യേശു കുരിശിന്റെ വഴിയിലൂടെ നടന്നുവോ, അതുപോലെ തന്നെ ക്രിസ്തു ശിഷ്യനും കുരിശിന്റെ വഴിയിലൂടെ നടന്നുകൊണ്ട് വേണം യേശുവിനെ അനുധാവനം ചെയ്യുവാൻ. അതുകൊണ്ടാണ് യേശു പറയുക, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. എന്താണ് സ്വന്തം ജീവൻ? സ്വന്തം സുഖതാല്പര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ അനുകരിക്കുവാനായിട്ട്, അതിൻ്റെ ജീവിതത്തിൽ അത് ആസ്വദിക്കുവാനായിട്ട് ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ജീവൻ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ജീവനുണ്ട്. ശാരീരികമായ ഒരു ജീവൻ, ആത്മീയമായ ഒരു നിത്യജീവൻ. സ്വന്തം ജീവൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ പരാമർശിക്കുക സുഖ സൗകര്യങ്ങളടങ്ങിയ സുരക്ഷിതമായ തന്റെ ജീവൻ എന്നുള്ളതാണ്. അത് കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുന്ന ശിഷ്യൻ അത് ദൈവത്തിന്റെ മുമ്പിൽ നഷ്ടപ്പെടുത്തുകയാണ്. നിത്യജീവൻ എന്നുള്ളത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. എന്നാൽ യേശുവിനെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. സഭയിലെ രക്തസാക്ഷികളെല്ലാം കർത്താവിന് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയവരാണ്. സ്വന്തം ജീവനേക്കാൾ വില അവർ ദൈവരാജ്യത്തിന്റെ നിത്യമായ ജീവന് നൽകി. അങ്ങനെ സ്വന്തം ജീവൻ കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുത്തുവാൻ വ്യയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ അവൻ നിത്യജീവൻ കണ്ടെത്തും എന്നാണ് യേശു പറയുക. ഇത് സനാതനമായ ശിഷ്യത്വത്തിന്റെ ഒരു ഭാവമാണ്. കർത്താവിനെ അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം രാജ്യത്തിന് വേണ്ടി, ജീവന് വേണ്ടി ഒപ്പുകൂട്ടാതെ ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം വ്യയം ചെയ്യുവാനായിട്ട് സാധിക്കണം. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രാരംഭ ചിന്തകളായി
സുവിശേഷകൻ നൽകുക. അതിന്റെ രണ്ടാം ഭാഗം 40 മുതൽ 42 വരെയുള്ള വചനഭാഗമാണ്. അവിടെ പ്രതിഫല വാഗ്ദാനം യേശു സുവിശേഷകനിലൂടെ നൽകുകയാണ്. ദൈവരാജ്യത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ, അപ്പസ്തോലന്മാരുടെ, ശിഷ്യന്മാരുടെ അവരെ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് ഇവിടെ പറയുക. പ്രകാരം ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ കൈമാറുന്നവർക്ക് അവർക്ക് സ്വീകാര്യതയും അസ്വീകാര്യതയും ഉണ്ടാകാം. യേശുവിന് തന്നെ തന്റെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു. അവനെ സ്വീകരിച്ചവരുണ്ട്, അവനെ തിരസ്കരിച്ചവരുണ്ട്. എല്ലാവരും യേശുവിനെയോ അവിടുത്തെ വചനത്തെയോ സ്വീകരിക്കുന്നവരായിരുന്നില്ല. ഇപ്രകാരം യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് ദൈവപുത്രരാകുവാനുള്ള വരം നൽകി എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവനെ സ്വീകരിക്കാത്തവരുണ്ട്, എല്ലാവരും അവരെ സ്വീകരിച്ചില്ല എന്ന് അവിടെ സുവിശേഷൻ പറയുന്നുണ്ട്. സ്വീകരിച്ചവർക്കാകട്ടെ, തന്നിൽ വിശ്വസിച്ചവർക്കാകട്ടെ ദൈവപുത്രരാകുവാനുള്ള വരം അല്ലെങ്കിൽ ശക്തി അവിടുന്ന് നൽകി എന്ന്. അതിന് തുല്യമാണ് ഇവിടെ പറയുക, യേശുവിനെ സ്വീകരിക്കുന്നവർ, യേശുവിന്റെ ശിഷ്യരെ സ്വീകരിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ, അപ്പസ്തലന്മാരോട് യേശു പറയുകയാണ്, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. ക്രിസ്തു ശിഷ്യൻ കർത്താവിന്റെ അംബാസഡറാണ്, പ്രതിനിധിയാണ്. ഒരു രാജ്യത്തിന്റെ അംബാസഡർ എപ്പോഴും ആ രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടാണ് മറ്റു രാജ്യങ്ങളിൽ പോവുക. അവനെ സ്വീകരിക്കുന്ന വ്യക്തികൾ അവൻ അയക്കപ്പെട്ട ആ രാജ്യത്തെ തന്നെയാണ് സ്നേഹിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക. ഇതുപോലെയാണ് യേശുവിന്റെ വാക്കുകൾ നാം മനസ്സിലാക്കുക. നാം ക്രിസ്തു ശിഷ്യരായ നമ്മെ സ്വീകരിക്കുന്നവൻ യേശുവിനെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഇപ്രകാരം കർത്താവിനെ സ്വീകരിക്കുന്നവരും കർത്താവിന്റെ ശിഷ്യന്മാരായ അപ്പസ്തോലന്മാരെ സ്വീകരിക്കുന്നവരും പിതാവാം ദൈവത്തെ തന്നെയാണ് സ്വീകരിക്കുന്നത്. അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് യേശു പ്രത്യേകമായിട്ട് പറയുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. പ്രവാചകനും നീതിമാനും ക്രിസ്തു ശിഷ്യന്റെ 2 ഭാവങ്ങളാണ്. ക്രിസ്തു ശിഷ്യൻ ഒരു പ്രവാചകനാണ്. ക്രിസ്തു ശിഷ്യൻ നീതി നടത്തുന്നവനായിരിക്കണം. ഇങ്ങനെ ക്രിസ്തു ശിഷ്യരായി പോകുന്നവരെ പ്രവാചകന ദൗത്യത്തോടുകൂടി സ്വീകരിക്കുന്നവർക്ക് അതിന് തത്തുല്യമായ പ്രതിഫലം നൽകുമെന്ന് യേശു പറയുന്നു. നീതി നടത്തുന്നവരായ ശിഷ്യഗണത്തെ സ്വീകരിക്കുന്നവർക്ക് നീതിമാന് അർഹമായ പ്രതിഫലം ലഭിക്കുമെന്ന് യേശു ഉറപ്പായി പറയുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യ പ്രഘോഷകരുടെ, മിഷണറിമാരുടെ, ക്രിസ്തു ശിഷ്യരുടെ, അയക്കപ്പെട്ടവരുടെ വലിയ ഒരു സ്വീകാര്യതയെ കുറിച്ചാണ് നമ്മൾ പറയുക. അവരെ സ്വീകരിക്കുന്നവർക്ക് അനുചിതമായ പ്രതിഫലം ദൈവം നൽകും എന്ന് വചനത്തിലൂടെ പ്രത്യേകമായിട്ട് പറയുന്നു. തുടർന്ന് പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവന്, അത് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ ശിഷ്യനായി, അപ്പസ്തോലനായി, അയക്കപ്പെട്ടവനായി, സുവിശേഷ വേലക്കാരനായി വരുന്നവനെ സ്വീകരിക്കുന്നവന്, അവന് ശിഷ്യൻ എന്ന നിലയിൽ, യേശുവിന് ശിഷ്യൻ എന്ന നിലയിൽ അംഗീകരിച്ചുകൊണ്ട് ഒരു പാത്രം വെള്ളം കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിന്റെ ഈ ശുശ്രൂഷ, ദൈവരാജ്യത്തിന്റെ പ്രഘോഷണ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന അപ്പസ്തോലന്മാർക്ക് നേരിടേണ്ട വിഷയങ്ങളും, അതുപോലെ അവർ സ്വീകരിക്കേണ്ട മനോഭാവവും, അവരുടെ ജീവിതത്തിന്റെ ശരിയായിട്ട് ദൈവത്തിന്റെ വാക്കുകളനുസരിച്ച് ജീവിക്കേണ്ട കുരിശിന്റെ വഴിയും യേശുവിനെ അടുത്തനുകരിക്കേണ്ടതിന്റെ ആവശ്യകതയും വ്യക്തമാക്കിയിട്ട്, ഇങ്ങനെയുള്ളവരുടെ വ്യക്തികളെയും വാക്കുകളും സ്വീകരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുവാൻ പോകുന്ന വലിയ അംഗീകാരത്തെയും പ്രതിഫലത്തെയും കുറിച്ച്
ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് വ്യക്തമാക്കുകയാണ്. സ്നേഹമുള്ളവരെ, നാം കർത്താവിന്റെ ശിഷ്യന്മാരായി ഈ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് തരാൻ പോകുന്ന പ്രതിഫലം ഏറ്റവും വലുതാണ്. ക്രിസ്തു ശിഷ്യരായി കർത്താവിന്റെ സുവിശേഷ പ്രഘോഷകരായി ഈ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ സഭ നടത്തുന്ന ശുശ്രൂഷകളെ നാം നോക്കിക്കാണുമ്പോൾ അവിടെ വളരെ കൃത്യമായ നിബന്ധനകൾ അനുസരിച്ച് വേണം ഈ ശുശ്രൂഷകൾ ചെയ്യുവാനെന്ന് മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഒരു ക്രിസ്തു ശിഷ്യന് കുരിശ് എപ്പോഴും ഒരു പ്രതിബന്ധമല്ല. അത് വേദനകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ തങ്ങളുടെ ശുശ്രൂഷ നിർവഹണത്തിൽ ഉണ്ടാകുന്നതിനെ യേശുവിന്റെ കുരിശിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണമെന്നും അങ്ങനെ യേശുവിനെ അനുകരിച്ചുകൊണ്ട് സ്വന്തം സുഖസൗകര്യങ്ങളെ ത്യജിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ജീവൻ അവന് സ്വന്തമാകുമെന്നും സ്വന്തം സുഖസൗകര്യങ്ങളെ പരിപോഷിപ്പിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ദൈവിക ജീവൻ അവന് നഷ്ടപ്പെടുമെന്നും എന്ന് പറഞ്ഞിട്ട് ഇപ്രകാരം അവരെ സ്വീകരിക്കുവാനുള്ള സാധ്യത യേശു തുറന്നിടുകയാണ്. അങ്ങനെ സ്വീകരിക്കുന്നവർക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവവചനത്തിന്റെ എല്ലാ തരത്തിലുള്ള വേരോട്ടം ഈ ലോകത്തിന് മുഴുവൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വചനഭാഗമാണ് നാം ഇവിടെ കേട്ടത്. ദൈവരാജ്യം പ്രസംഗിക്കുന്നവർക്കുള്ള, അവരെ സ്വീകരിക്കുന്നവർക്കുള്ള പ്രതിഫലം നാം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഒരു ക്രിസ്തു ശിഷ്യരിൽ ചെറിയവരായി ഓരോരുത്തരെയും മനസ്സിലാക്കുന്ന ഈ ക്രിസ്തു ശിഷ്യന്മാരിൽ ഏറ്റവും എളിയവനായവനെ പോലും സ്വീകരിക്കുന്നവന് ഒരു പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് യേശു സത്യം ചെയ്ത് പറയുകയാണ്. നമുക്ക് സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ സുവിശേഷം നാം ശ്രവിക്കുമ്പോൾ വളരെ ഹ്രസ്വമായ ഈ സുവിശേഷ ഭാഗം ആ അധ്യായത്തിന്റെ മുഴുവൻ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയുടെ വിവിധ വശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൊടുക്കുന്ന ഒരു സമാപന ചിന്ത എന്ന രീതിയിൽ വേണം ഈ സുവിശേഷത്തെ നാം സമീപിക്കുവാനായിട്ട്. അങ്ങനെ കർത്താവിന്റെ സുവിശേഷവാഹകരായിട്ട് നമുക്ക് മാറാം. നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ വഹിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ അവിടുത്തെ ശിഷ്യരായി നമുക്ക് മുന്നോട്ട് നീങ്ങാം. അങ്ങനെ നാം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ളവർ നമ്മെ സ്വീകരിക്കട്ടെ. നമുക്ക് തരുന്ന സ്വീകരണം ദൈവവചനത്തിന് കൊടുക്കുന്ന സ്വീകരണമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അപ്പസ്തോലന്മാരെ സ്വീകരിക്കുന്നവർക്ക്, അവർക്ക് ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് യേശു ഉറപ്പായിട്ട് പറയുക. നമുക്ക് സഭ എന്ന രീതിയിൽ നമ്മളുടെ ഏറ്റവും വലിയ ദൗത്യം ഈ സുവിശേഷ കൈമാറ്റമാണ്. കർത്താവായ യേശുവിന്റെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ കൈമാറുവാനുള്ള വലിയ സാധ്യത തന്റെ ശിഷ്യഗണത്തിലൂടെയാണ് അവിടുന്ന് സ്ഥാപിച്ചത്. സഭയിലൂടെയാണെന്ന് കൈമാറുക. സഭയ്ക്ക് സ്വീകാര്യത ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹവും അവിടെ ഉണ്ടാകുമെന്ന് യേശു ഉറപ്പായി പറയുന്നു. നമുക്ക് നല്ല മിഷണറിമാരായിട്ട് മാറാം. സഭയുടെ ദൗത്യം വ്യക്തിപരമായി നമുക്ക് ഏറ്റെടുക്കാം. സമർപ്പിതരെന്ന രീതിയിൽ, വൈദികരെന്ന രീതിയിൽ, ശിഷ്യരെന്ന രീതിയിൽ, അതോ അല്പം കൂടി ഏറ്റെടുത്തുകൊണ്ട് ദൃശ്യമായ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷ നമുക്ക് ബലപ്പെടുത്താം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ